ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങൾക്ക് ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. വളരെ സ്പെഷ്യലാണ് ഈ ഒരു ചിക്കൻ കറി. അപ്പം ഞാനിതിൽ പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടൊരു ചിക്കൻ കറി നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ചിക്കൻ കറി റെഡിയാക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലോട്ട് ഞാൻ 2 സവാള അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/2 കിലോ ചിക്കനാണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ട് 2 ചെറിയ പച്ചമുളക് കീറിയത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ഇട്ടിട്ട് ഈ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വരുന്ന പോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമ്മൾ സവാള വഴറ്റിയെടുക്കേണ്ടത്. ഇങ്ങനെ വഴറ്റിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവിക്ക് നല്ല കട്ടിയും കാണും, അതുപോലെ തന്നെ ഗ്രേവിക്കൊരു പ്രത്യേക ടേസ്റ്റും കാണുമേ. ഇനി ഇതിലോട്ട് ഈ ഒരു സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഞാനിവിടെ മുളക് പൊടിക്ക് പകരം ചേർത്തിരിക്കുന്നത് കാന്താരി മുളക് ഉണക്കി പൊടിച്ചതാണ്. അതാണ് ഈ കറിയുടെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ കാന്താരി മുളക് ഉണക്കി പൊടിച്ചത് ഇല്ലാത്തവർക്ക് പച്ചയ്ക്ക് ഉള്ള കാന്താരി മുളക് ഒന്ന് അരച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ അതും പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയ ശേഷം അതിലോട്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ ചൂടുവെള്ളം ഒഴിച്ച ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഈ തക്കാളിയൊക്കെ ഒന്ന് ഉണങ്ങി വരണം, അതേപോലെ തന്നെ നമ്മുടെ ഗ്രേവി ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വരണം. അപ്പോൾ ഇപ്പോൾ ദാ നമ്മുടെ തക്കാളിയൊക്കെ സ്പൂൺ വെച്ച് കുത്തി കൊടുക്കുമ്പോൾ ഒന്ന് ഉടങ്ങി വരുന്ന പരുവത്തിലായിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്നും കൂടെ ഒന്ന് വെന്ത് അലിഞ്ഞ് വരുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടി കൊടുക്കുന്ന ആ ഒരു ഇത്. അതേപോലെ തന്നെ നമ്മുടെ കറിക്ക് കട്ടി കൂടുതൽ കിട്ടുന്നതും ഈ ഒരു രീതി ചെയ്യുമ്പോഴാണ്. ഇനി ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ചേർത്തത് 1/2 ടീസ്പൂൺ കപ്സ മസാല പൗഡറാണ്. കപ്സ മസാല പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അറേബ്യൻ കപ്സ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എങ്ങനെയാണ് കപ്സ മസാല ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കപ്സ മസാലയൊക്കെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമ്മുടെ ചിക്കൻ പീസൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കൻ പീസിലോട്ട് ഗ്രേവി എല്ലാം എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സാക്കി എടുത്ത ശേഷം ഒരു 5 മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കനിൽ നിന്ന് അല്പം വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയും ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാനുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് ഞാനിതിലോട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ ഗ്രേവി എപ്പോഴും നല്ല കുറുകിയിരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് വീണ്ടും ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളത്തിൻ്റെ കൂടെ തന്നെ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ തന്നെ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കാന്താരി മുളക് ഉണക്കി പൊടിച്ച് ചേർത്തു, പിന്നെ അതേപോലെ തന്നെ കപ്സ മസാല ചേർത്തു. അപ്പോൾ ഇത് രണ്ടും ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ ചിക്കൻ കറിക്ക്. അതേപോലെ തന്നെ ഒരു പ്രത്യേക ഫ്ലേവറുമാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബായ്.